എനിക്കൊന്ന് കുറേയും കൂടെയൊക്കെ നമ്മൾ ഔട്ട്റീച്ച് കഴിഞ്ഞ സാധനങ്ങൾ നടന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഡിസ്കോഡിലാണെങ്കിലും വാട്സപ്പിൽ നിന്നൊക്കെ ഡിസ്കോഡിലോട്ട് എളുപ്പം മൂവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ മനസ്സിലായത് ഇവരുടെ കൈൻഡ് ഓഫ് വർക്കിലാണ്. പിന്നെ കുറേ പുതിയ പുതിയ ഇനീഷ്യേറ്റീവ്സുകൾ, അതായത് ഒരു അത്യാവശ്യം ഒരു നല്ല കോർഡിനേഷനോടുകൂടി നടത്താനായിട്ട് ഇൻറ്റേൺസൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് നടന്നത്. ആസ് എ കമ്മ്യൂണിറ്റി മാനേജർ ഞങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാനും രാഹുലും കൂടെ അപ്പോൾ കോള് വെക്കുന്നു. ആദ്യം മെഹരിക്കയും കുര്യനുമായിട്ട്, ഇപ്പം ബോർഡ് മെമ്പേഴ്സാണ്, അപ്പം മെഹരിക്കയും കുര്യനുമായിട്ടൊക്കെ നമ്മൾ ആദ്യം ഒരു സംസാരമൊക്കെ വെക്കുന്നു. എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് ഇതിനുള്ള സ്കോപ്പ് ഉണ്ട്, വാട്ട് ആർ ദി ഓപ്പർച്യൂണിറ്റീസ് ആസ് എ കമ്മ്യൂണിറ്റി മാനേജർ. കമ്മ്യൂണിറ്റി മാനേജർ പറയുമ്പോൾ സ്പെഷ്യലി കണക്റ്റിംഗ്, നെറ്റ്വർക്കിംഗ് വിത്ത് പീപ്പിൾ, അതായിരിക്കും മെയിൻ ഉദ്ദേശം. അപ്പം അത് തന്നെയായിരുന്നു എൻ്റെ ഒരു ലൈറ്റ് സൈഡ്, രാവിലെ ലൈറ്റ് സൈഡ് എടുത്തത്. ഞങ്ങൾക്ക് ഓക്കെ നമുക്കപ്പോൾ തുടങ്ങാം. അങ്ങനെ ഒരു കോളിൽ ഞങ്ങളങ്ങ് തുടങ്ങി, എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഞങ്ങളുടെ എന്തൊക്കെ. അപ്പോൾ ഞങ്ങളുടെ PDF അങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് ഞങ്ങൾ നോക്കി. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായി. അത് വെച്ച് തന്നിട്ട് ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് നോക്കാം, സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. തിങ്കളാഴ്ചൻ്റെ ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫുൾ ലിബർട്ടി അല്ലെങ്കിൽ ഫ്രീഡം ആണ് വരുന്നത്. നമ്മളൊരു ഇന്ന ഹൈറാർക്കിയിലല്ല ഒരു വർക്ക് ചെയ്യുന്നത്. എല്ലാം ബോർഡ് സർട്ടിഫിക്കേഷൻ എല്ലാവരുമായിട്ട് നമുക്ക് ആ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ നമുക്ക് വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർ സജഷൻസ് എടുക്കാൻ ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് ഏത് രീതിയിലുള്ള സജഷൻസ് അവർക്ക് കൊടുക്കാം, അത് അവർ അക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യും. കാരണം അവർ ആ ഒരു സ്പേസ് ആണ് നമുക്ക് തരുന്നത്. ട്രൈ ചെയ്ത് വർക്ക്ഔട്ട് ഇറ്റ്സ് ഫൈൻ, നമുക്ക് അടുത്ത രീതി നോക്കാം എന്നൊരു ലിബർട്ടിയാണ് ബേസിക്കലി ടിങ്കർ ഹബിൽ ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യം. അതുകൊണ്ട് തന്നെ ഞാനും കുറേ റോൾ ഔട്ട് ചെയ്യുന്നു. ഞാൻ അനന്യ, വർക്കിംഗ് ആസ് എ ഡെവലപ്പർ അറ്റ് ആക്സെഞ്ചർ ആൻഡ് ഐ വാസ് വർക്കിംഗ് ആസ് എ ന്യൂ ഇനിഷ്യേറ്റീവ് ഇൻറ്റേൺ അറ്റ് ടിങ്കർ ഹബ്. സോ ഞാൻ ബേസിക്കലി ടിങ്കർ ഹബ്ബ് പല വർഷങ്ങളായിട്ട് അറിയുന്നുണ്ടായിരുന്നു, ബട്ട് ക്ലോസ്ലി വർക്ക് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇൻ ദിസ് ലോക്ക്ഡൗൺ നമുക്കൊരു ലേൺ ഫ്രം ഹോം പ്രോഗ്രാം ഉണ്ടായിരുന്നു. സോ എന്തായാലും എല്ലാവരും വെറുതെ ഇരിക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് ഐ വാസ് ഓൾസോ ട്രൈ ടു എക്സ്പ്ലോർ ദാറ്റ്. അപ്പോൾ അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ബാക്കിയുള്ള പൈത്തണൊക്കെ ഓൾറെഡി പഠിച്ച ഒരു സാധനം ഐ ഹാഡ് ഓൾറെഡി എക്സ്പ്ലോർഡ്. അപ്പം UI/UX ആയിരുന്നു ഒരു പുതിയ സാധനം. സോ ഞാൻ വിചാരിച്ചു അതിലൊരു കൈ നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ആ ഒരു കോഴ്സ് ചെയ്യുന്നത്. ഇറ്റ് വാസ് എ 2-week കോഴ്സ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇറ്റ് ഓപ്പൺ ദ ഡോർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ മീ. എനിക്ക് കുറച്ച് സ്റ്റാർട്ടപ്സിൽ നിന്നൊക്കെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ എനിക്ക് അതിന് ഫ്രീലാൻസിങ് ചെയ്തു തുടങ്ങി. ഞാൻ കുറേ അത്യാവശ്യം വർക്ക്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ബൈ ദാറ്റ് ടൈമാണ് ഒരു ഈ ഇൻറ്റേൺഷിപ്സിൻ്റെ ഒരു പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണുന്നത്. ടൗൺ ഹോൾ എന്ന് പറഞ്ഞൊരു മന്ത്ലി ഇവന്റ് ആണ്. അപ്പോൾ ഓരോ മാസം നമ്മൾ ഓരോ സെറ്റ് ഓഫ് ഗെയിംസ് അല്ലെങ്കിൽ ഓരോ സെറ്റ് ഓഫ് പരിപാടികൾ, പുതിയ രീതിയിലുള്ള പരിപാടികളാണ് ഉണ്ടാക്കിയത്. ഒരു ആഴ്ചയിൽ ഇപ്പോൾ ആ ടൗൺ ഹോൾ ആ ഒരു ആഴ്ചയുടെ തുടക്കത്തിൽ നമ്മൾ കോൾ വെക്കുന്നു, എല്ലാം സെറ്റ് ആക്കുന്നു, തലേന്ന് ഗെയിംസ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു സാറ്റർഡേ നമ്മൾ ടൗൺ ഹോൾ വെക്കുന്ന ഒരു 3 hours. അതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഭയങ്കര നല്ലൊരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഒരു കണക്ടിവിറ്റിയാണ് ആൾക്കാരുമായിട്ട് കിട്ടുന്നത്. ആൾക്കാർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നു. ഈ ഒരു കാലയളവിൽ കുറേയധികം മീറ്റപ്സ് അല്ലെങ്കിൽ മീറ്റപ്സ് പോലെ ഗൂഗിൾ മീറ്റിലൊക്കെ ആൾക്കാർ ഓൺലൈനായിട്ട് വെബിനാർസ് ഒക്കെ ആൾക്കാർ കേൾക്കുന്നത്. അപ്പോൾ നമുക്കത് എത്രത്തോളം നമുക്ക് എഫക്റ്റീവ് ആകും, സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ റിസർച്ച് ചെയ്യുന്നുണ്ട്. എത്രത്തോളം ആൾക്കാർക്ക് ഇൻക്ലൂസീവ് ആകാൻ പറ്റും, കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കുറേ ഇത് ചെയ്തു. പിന്നെ ചെയ്ത വേറൊരു പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് വാല്യൂ ആണ്. കുറേ ആൾക്കാർക്ക് നമ്മുടെ വെബിനാർസ് കൂടിയിട്ട് വലിയ കാര്യം ഉണ്ടാകാൻ പോകില്ല. അവർക്ക് എന്തെങ്കിലും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കൊടുക്കണം. ഈ ഒരു കൊറോണ സമയത്ത് ഹാൻഡ്സ് ഓൺ എന്ന് പറയുന്ന ഐറ്റം അപ്ഡേറ്റഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു ലേണിംഗ് ക്യാമ്പ്, ഒരു മിനിയേച്ചർ ലേണിംഗ് ക്യാമ്പ് സെറ്റ് ചെയ്യുന്നത്. അപ്പം ടിങ്കർ വീക്ക് പറഞ്ഞൊരു കോൺസെപ്റ്റ്. ആക്ച്വലി ടിങ്കർ ഹബ്ബുമായിട്ട് ക്ലോസ്ലി വർക്ക് ചെയ്തിട്ടില്ല. എന്താണ് ടിങ്കർ ഹബ്ബ് എന്നൊരു ഐഡിയ ഒന്നുമില്ല. സോ ഇൻറ്റേൺഷിപ്പിൻ്റെ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയി തോന്നി, എന്താണെന്ന് അറിയണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെന്താണെന്ന് അറിഞ്ഞു. വാട്ട് ഓൾ പോസ്റ്റ് ഇസ് ദെയർ, ഗൂഗിൾ ഫോംസ്, അതൊരു സബ്മിഷൻ ഫോം നോക്കിയിരുന്നു. പക്ഷേ ഒരു 3-4 പേജ് ഫോം ഉള്ളത് കൊണ്ട് ഞാൻ ആദ്യം സബ്മിറ്റ് ചെയ്തില്ല. ബിക്കോസ് എനിക്ക് കുറച്ച് മടി ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് കണ്ടൻറ്റ് എഴുതേണ്ടത്, അബൌട്ട് മീ, ഞാൻ ചെയ്ത വർക്ക്സ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയി എഴുതാൻ ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യം മടിയായിരുന്നു. പിന്നെ ഞാനതങ്ങ് വിട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞ് ലാസ്റ്റ് ഡേറ്റിൻ്റെ സമയത്ത് വീണ്ടും ഞാൻ ഈ സാധനം കാണുന്നുണ്ടായിരുന്നു. ആൻഡ് ഒരു ലാസ്റ്റ് ടൈം ഒരു 12 o'clock ഒക്കെ ആവുന്ന ഒരു ടൈം വീണ്ടും ഞാനത് എടുത്തിട്ട് എന്തായാലും കൊടുത്തേക്കാം എന്ന രീതിക്ക് പെട്ടെന്ന് ടൈപ്പ് ചെയ്തൊരു സാധനം കൊടുത്തു. കിട്ടി എന്ന രീതിക്കാണ് കൊടുത്തത്. ആൻഡ് താങ്ക്ഫുള്ളി അത് എനിക്ക് സെലക്ഷൻ കിട്ടി. ആൻഡ് അത് കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റിംഗ് ടാസ്കും ഉണ്ടായിരുന്നു. അതും ഇതുപോലെ എന്താണ് ചെയ്യേണ്ടത്, ഇനിയുള്ള പ്ലാൻസ് എന്താണ്, അബൌട്ട് മീ എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്യാനായിരുന്നു. അതും അത്യാവശ്യം മടിയായിരുന്നു. വെച്ചാൽ ഇതൊക്കെ എങ്ങനെ ചെയ്യും, ഇതൊക്കെ ചെയ്യാനുള്ള ഒരു എഫേർട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്താൽ കൊള്ളാമോ എന്ന് പറഞ്ഞ പല തോട്ട്സും എനിക്കും ഉണ്ടായിരുന്നു. ബട്ട് ദെൻ സ്റ്റിൽ ഐ ഗേവ് ഇറ്റ് എ ട്രൈ ആൻഡ് താങ്ക് ഗോഡ് എനിക്ക് സെലക്ഷൻ കിട്ടി. ബട്ട് ദെൻ വൺ ഡേ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പ്സൊക്കെ നോർമലി ഫുൾ ടൈം മ്യൂട്ട് ചെയ്ത് വയ്ക്കാറാ പരിപാടി. പക്ഷേ വൺ ഡേ ഞാൻ റാൻഡംലി ക്ലിക്ക് ചെയ്തപ്പോൾ ടിങ്കർ ഹബ് ഇന്റേൺഷിപ്സ് കന്നത്. സോ നോക്കിയപ്പോൾ വി ആർ ക്ലോസ് ടു 5 to 6 റോൾസ് ഐ തിങ്ക്. സോ ഞാൻ ചൂസ് ചെയ്ത റോൾ കമ്മ്യൂണിറ്റി മാനേജറാണ്. ഞാൻ കാരണം കൂടി എന്തുകൊണ്ടെന്ന് പറയാം. സോ ബേസിക്കലി ഞാൻ റോളിന് അപ്ലൈ ചെയ്തു. ഐ നെവർ എക്സ്പെക്റ്റഡ് ഐ വുഡ് ഗെറ്റ് ത്രൂ ബിക്കോസ് ടെക് കമ്മ്യൂണിറ്റിയാണ്.
എല്ലാവർക്കും ഓൾറെഡി ടെക് എക്സ്പോഷറും കുറേ കാര്യങ്ങളൊക്കെ കാണും. ഐ വാസ് കംപ്ലീറ്റ്ലി ന്യൂ ടു ടെക് ബിക്കോസ് എൻ്റെ ക്യാമ്പസിൽ ഈ ടെക് ലേണിംഗ് കൾച്ചറോ കമ്മ്യൂണിറ്റി കൾച്ചറോ ഒന്നുമില്ല. ഇറ്റ് വാസ് എ ടിപ്പിക്കൽ എഞ്ചിനീയറിംഗ് കോളേജ് യു കെ. ടിങ്കർ വീക്ക് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ വീക്ക് നമ്മളൊരു ടെക് കോൺസെപ്റ്റിന് നമ്മൾ കൊടുക്കുകയാണ്, ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചെയ്തൊരു കാര്യം തന്നെ ടിങ്കർ വിത്ത് പൈത്തൺ എന്ന് പറഞ്ഞൊരു വീക്കാണ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് വീക്കിൽ നമുക്ക് ലേണിംഗ് ക്യാമ്പ്, അതായത് പൈത്തൺ തന്നെ പഠിപ്പിക്കുന്ന 4 ട്രാക്സിന് നമുക്ക് പൈത്തൺ പഠിപ്പിക്കുന്നത്, ഡിക്റ്റാൻഡ്, ടെക്സ്റ്റ് ജാങ്കോ, അങ്ങനെ 4 ട്രാക്സിന് നമ്മൾ പൈത്തൺ പഠിപ്പിക്കും ലേണിംഗ് ക്യാമ്പ്സ് വെച്ച്. ഇൻസ്റ്റൻ്റായി പോകുന്നു. പിന്നെ കുറേ ക്വിസ്, റാൻഡം പോൾസ്, അങ്ങനെ കുറച്ചധികം ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു വീക്ക്, ടിങ്കർ വീക്ക്. അതായത് ബേസിക്കലി ടിങ്കർ വീക്ക് പൈത്തൺ എന്ന് പറയും. അതുപോലെ നമ്മളിനി ഓരോ കോൺസെപ്റ്റ് റോൾ ഔട്ട് ചെയ്യും ഓരോ മാസങ്ങളായിട്ട്. അതൊക്കെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ടിങ്കർ വീക്ക് പൈത്തൺ നല്ല സക്സസ്ഫുള്ളി വേണേൽ റോൾ ഔട്ട് ചെയ്ത് പറയും ആ ഒരു സമയത്ത് എല്ലാവരും. അത് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലായിരുന്നു, കുറേയധികം ക്യാമ്പസ് കമ്മ്യൂണിറ്റി, കുറേയധികം പിള്ളേർ ഞങ്ങളൊരു നല്ല രീതിയിൽ കണക്ട്, ഒരു ഫാമിലി ബോണ്ടിങ് ഒക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു പിള്ളേരെ മുമ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പ്രോഗ്രാം തന്നെയാണ് ടിങ്കർ വീക്ക് പൈത്തൺ. ടിങ്കർ വീക്ക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. ടിങ്കർ ഹബിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ, ടിങ്കർ ഹബിനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്ന തന്നെ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തപ്പോൾ നമ്മുടെ കുറച്ച് സീനിയേഴ്സ് കോളേജിൽ വന്ന് ടീച്ചർമാർ ഇൻറ്ററപ്റ്റ് ചെയ്ത് ടിങ്കർ ഹബിനെ പറ്റി സംസാരിച്ചു. എന്തോ ഇവൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ചെറിയ ക്യൂരിയോസിറ്റി ഉള്ളത് കാരണം ഞാനും പോയി. പിന്നെ ഞാൻ വലുതായിട്ട് കേട്ടില്ല. പിന്നെ കേൾക്കുന്നത് ഒരു ലേൺ ഫ്രം ഹോം പ്രോഗ്രാം ഉണ്ടായിരുന്നു അവരുടെ. അതിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഫോഴ്സ് ചെയ്ത് ഞാൻ കയറിയതാണ്. പിന്നെയുള്ള മിക്ക ഇവൻറ്റിലും ഞാൻ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻറ്റേൺ കോൾ കണ്ടത്. ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല, കാരണം ടെക് ബേസ്ഡ് ആയിരുന്നു. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മോസ്റ്റ്ലി ടെക് അല്ലായിരുന്നു. ഞാൻ വിഷ്വൽ എഫക്ട്സ് ആൻഡ് ഡിസൈനിങ് ആയിരുന്നു. ബട്ട് അപ്ലൈ ചെയ്ത് ഫസ്റ്റ് സെലക്ഷനിൽ കിട്ടി. ഗോട്ട് എ ഫ്യൂ തിങ്സ് ടു ഡു ചെയ്തു, സെലക്റ്റായി, ഇൻ്റർനെറ്റ് സെലക്റ്റായി ജോയിൻ ചെയ്തു. And a role apply ചെയ്തു. I got the role because I already had a lot of community experience back in a lot of other communities and things which actually helped me to get through this. അങ്ങനെയാണ് ആ റോള് കിട്ടിയത്. സോ ബേസിക്കലി അങ്ങനെ ഞാൻ കമ്മ്യൂണിറ്റി മാനേജറെ കുറിച്ച് അറിയുന്നത്. സോ ബേസിക്കലി ഞാൻ ആസ് കമ്മ്യൂണിറ്റി മാനേജർ ചെയ്യുന്ന മെയിൻ കാര്യങ്ങൾ എന്ന് വെച്ചാൽ കണക്റ്റിംഗ് പീപ്പിൾ വിത്തിൻ ദ കമ്മ്യൂണിറ്റി. ലൈക്ക് നമ്മുടെ സ്റ്റുഡൻസും നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പല ആൾക്കാർക്കും പല നീഡ്സും പല കാര്യങ്ങളും കാണും. അപ്പോൾ കണക്റ്റിംഗ് ദ റൈറ്റ് പീപ്പിൾ വിത്ത് ദ റൈറ്റ് ഗൈസ് ആണ് മെയിൻ വർക്ക് കൈൻഡ് ഓഫ് തിങ്സ് വരുന്നത്. പിന്നെ വരുന്നത് ലൈക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഓവറോൾ കമ്മ്യൂണിറ്റി വർക്ക്. ഫോർ എക്സാമ്പിൾ നമ്മൾ വർക്ക്സ് ഡിവൈഡ് ഇൻ ടു ക്യാമ്പസ് പരിപാടീസ് ആൻഡ് നോൺ ക്യാമ്പസ് പരിപാടീസ്. നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് സ്റ്റുഡൻസ് ഉണ്ട്, സ്റ്റുഡൻസ് ആയി വർക്കിംഗ് പ്രൊഫഷണലായ കുറേ ആൾക്കാരുണ്ട്. സോ ഇങ്ങനത്തെ ഡൈവേഴ്സ് സെറ്റ് ഓഫ് ഓഡിയൻസ് ആണ്. സോ ലൈക്ക് അവർ വർക്ക് പ്രൈമറിലി സ്പാൻസ് ഇസ് എ മിക്സ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് ക്യാമ്പസ് കമ്മ്യൂണിറ്റീസ് മെയിൻലി. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ടിങ്കർ ഒരു ലേൺ ഫ്രം ഹോം പ്രോഗ്രാം നടത്തുവാണെങ്കിലോ അങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ ഞങ്ങൾ കമ്മ്യൂണിറ്റി മാനേജേഴ്സ് നോക്കുന്നത്. അറ്റ് ദ സെയിം ടൈം വി വർക്ക് വിത്ത് ദി ക്യാമ്പസ് കമ്മ്യൂണിറ്റി ഇൻറ്റേൺ ആൻഡ് ക്യാമ്പസ് കമ്മ്യൂണിറ്റി ടീം ടു വർക്ക് ഓൺ ദ ക്യാമ്പസ് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് ഓൾസോ. സോ അതാണ് മെയിൻലി ഞങ്ങളുടെ വർക്കായിട്ട് വരുന്നത്. ഇവിടെ ആക്ച്വലി വന്നതിൻ്റെ റീസൺ എനിക്ക് കോളേജിൽ കയറ്റി പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഇൻറ്റേൺഷിപ്പ് നെസസറിയാണ്, എന്നാലേ പസക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ പേടിപ്പിച്ചതാണ്. സോ ടിങ്കർ ഹബിൽ വന്നു. അതിനുശേഷം പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞാൽ മനസ്സിലായത് ഇറ്റ് വാസ് മച്ച് മോർ ദാൻ ഐ കുഡ് കോംപ്രിഹെൻഡ്. ഇത് ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു. ആ ഒരു ടുഗെദർനെസ്, ആ എല്ലാവരും യൂണിറ്റി കണ്ടപ്പോൾ എനിക്ക് നിൽക്കാൻ തന്നെ തോന്നി. ഇപ്പോൾ ഉള്ള സ്റ്റേജിൽ എനിക്ക് ലൈക്ക് ഇറ്റ്സ് ദ മോസ്റ്റ് ഐ ഹവ് വർക്ക്ഡ് ഓൺ മൈ സെൽഫ് സിൻസ് എ ലോങ് ടൈം. ഇപ്പോൾ എൻ്റെ ക്യാമ്പസിൽ ഒരു കമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ ഡസൻറ്റ് മീൻ ഐ വിൽ ജസ്റ്റ് സ്റ്റേ ഐഡൽ ആൻഡ് ആക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് ഐ ഡോണ്ട് ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി. ഐ വിൽ ഓബ്വിയസ്ലി ലുക്ക് ഫോർവേഡ് ആൻഡ് അറ്റ്ലീസ്റ്റ് ട്രൈ ടു അറ്റ്ലീസ്റ്റ് വൺ ഓപ്പർച്യൂണിറ്റി ദാറ്റ് ഐ ക്യാൻ ഗ്യാദർ. അപ്പോൾ അങ്ങനെയാണ് ഐ ഗോട്ട് സ്റ്റാർട്ടഡ് വിത്ത് ലിങ്ക്ഡിൻ. ആക്ച്വലി ലിങ്ക്ഡിനിൽ കുറേയൊക്കെ യൂസ് ചെയ്തു. അങ്ങനെയാണ് പ്രൊഫഷണൽ വേൾഡിലോട്ട് വരുന്നത്. കൈൻഡ് ഓഫ് രീതിയിൽ ടിങ്കർ ഹബിൽ അങ്ങനെ അറിയുന്നത്. ടിങ്കർ ഹബ് യൂട്യൂബിൽ അറിയുവാണെങ്കിലും ലിങ്ക്ഡിൻ മേഡ് എ ഹ്യൂജ് ഡിഫറൻസ്. ലൈക്ക് ഇറ്റ് ആക്ച്വലി ഷോഡ് മീ ദി ഇൻറ്റൻസിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഔട്ട് ദർ. ഇറ്റ് ആക്ച്വലി ഷോഡ് മീ എന്തൊക്കെ ടൈപ്പ് ഓഫ് ആളുകൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് പണി ചെയ്യുന്നുണ്ട്, ഇവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ജോബ് പോസിബിലിറ്റീസ് ഉണ്ട്. ടിങ്കർ ഹബിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ബൈ ചാൻസ് ഒരു മീറ്റപ്പ് നടന്നപ്പോൾ അവിടെ ചെന്നു. ടിങ്കർ ഹബ് എന്താണെന്ന് അറിഞ്ഞു. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി, ഹൗ ഇറ്റ് വർക്ക്സ് ഓർ ഹൗ ഇറ്റ് ഇമ്പാക്ട്സ് പീപ്പിൾ. ഇത് മനസ്സിലാക്കിയ ശേഷം ടിങ്കർ ഹബിലോട്ട് ചേരണം എന്നുള്ളൊരു ആഗ്രഹം, അല്ലെങ്കിൽ ടു ബി പാർട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി. അങ്ങനെ ഇൻറ്റേൺ കോളിന് ഞാൻ അപ്ലൈ ചെയ്തു. ദെൻ ടിങ്കർ ഹബിൻ്റെ പാർട്ടായ ഒരാളാണ്. സോ മീഡിയ ടീമിൽ വർക്ക് ചെയ്തപ്പോൾ ദ മോസ്റ്റ് പ്ലഷറിങ് തിങ് ദാറ്റ് ഐ ഗോട്ട് വാസ്, ഞാനൊരു ബിഗിനറായിരുന്നു ഈ ഒരു ടെക് ഫീൽഡിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ. സോ ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ ടൈമിലൊക്കെയാണ് ഞാനും ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങാൻ, അവർ കോഡിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. സോ ആസ് എ ബിഗിനർ നമ്മൾ ടിങ്കർ ഹബിൽ എപ്പോഴും പറയും ലൈക്ക് ഒരു ഭീകരാന്തരീക്ഷം എന്ന് പറഞ്ഞൊരു സാധനം എവിടെ നോക്കിയാലും ഉണ്ട്. ഈവൻ കോളേജസിലാണെങ്കിലും പല കമ്മ്യൂണിറ്റീസിലാണെങ്കിലും എല്ലാ സ്ഥലത്തും അങ്ങനെ ഒരു സംഭവമുണ്ട്. അതായത് നമ്മൾ നോക്കുമ്പോൾ മറ്റൊരാൾ ഭയങ്കര ഭീകര പ്രൊജക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇറ്റ്സ് ലൈക്ക് എടുത്താൽ പൊങ്ങാത്തൊരു സാധനമാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും.
ബട്ട് ദ തിങ് ഈസ് ഈ ഒരു ഭീകരാന്തരീക്ഷം എന്നുള്ളൊരു സാധനം നമ്മളെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാളാണ് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കും തോന്നും ഓ അവന് പറ്റുമെങ്കിൽ ഓക്കെ വൈ നോട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടാ. അങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഈവൻ ഞാൻ അങ്ങനത്തെ കുറേ പ്രൊജക്ട്സ് ഒന്ന് ചെയ്യാൻ നോക്കി, ട്രൈ ഔട്ട് ചെയ്ത് നോക്കി, കുറച്ച് സക്സസ് ആയി, ഈവൻ കുറേയൊക്കെ ഫെയിലായി. ഞാനിപ്പോൾ ടിങ്കർ ഹബ് മീഡിയ ടീമിൽ ഗ്രാഫിക് ഡിസൈനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെ മോസ്റ്റ്ലി നമ്മൾ ടിങ്കർ ഹബിൻ്റെ ഫ്രണ്ട് എൻഡാണ് നോക്കുന്നത്, അവിടെ പബ്ലിക് ഇമേജ്, representation through media, അതൊക്കെയാണ്. സോ അടുത്തൊരു വേവ് ഇൻറ്റേൺസ് ലൈക്ക് ദ പീപ്പിൾ നെക്സ്റ്റ് should understand what Tinker Hub is, how it functions, all the basics. അത് പോരാഞ്ഞിട്ട് നമ്മളെ സൂട്ട് ചെയ്യുന്ന ന്യൂ ടൈപ്പ് ഓഫ് ഡിസൈൻസ്, പഴയ ഡിസൈൻസ് തന്നെ ക്യാച്ച് ഓൺ ചെയ്യണമെന്നുള്ളത് ആൾക്കാരുടെ പ്രിഫറൻസ് അനുസരിച്ചിരിക്കും. ബട്ട് ഇഫ് യു ക്യാൻ കം അപ്പ് വിത്ത് ന്യൂ ഡിസൈൻസ് ദാറ്റ് കുഡ് സൂട്ട് അസ്, ഇറ്റ് വുഡ് ബി ദ ബെസ്റ്റ്. ന്യൂ ലൈക്ക് കുഡ് ബി ടോട്ടലി ക്രിയേറ്റീവ്, കുഡ് ബി ഇൻസ്പയർഡ്, എനിത്തിങ്. അപ്പോൾ മീഡിയ ടീമിൽ വർക്ക് ചെയ്തപ്പോൾ വാട്ട് ഐ ആക്ച്വലി ഡിഡ് വാസ്, ഇങ്ങനെയുള്ള പല ബിഗിനേഴ്സിൻ്റെ ഒരു ടെക്കിലേക്കൊരു എൻ്റർ ചെയ്യുന്ന സ്റ്റേജിലുള്ള പല സ്റ്റുഡൻസിനെയും പല കോളേജുകളിൽ നിന്നും ടിങ്കർ ഹബ് വഴി എനിക്ക് പരിചയപ്പെടാൻ പറ്റി. സോ ദെൻ മൂവിങ് ഫോർവേഡ്, ഈ ലേണിംഗ് സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു ആശയം നമ്മൾ ഓൾറെഡി ടിങ്കർ ഹബിൽ റൺ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഈ ലേണിംഗ് സ്റ്റോറീസ് ത്രൂ ഇതുപോലെ ടെക്കിലോട്ടൊരു ബിഗിനറായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു പുഷ് കൊടുക്കാനായിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരമാവധി ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ഏതൊരാൾക്കും വായിച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇയാൾ എന്നെ പോലെ തന്നെ ആളാണ്, എത്ര വലിയ ഭീകര സംഭവമൊന്നുമല്ല, ഇവന് പറ്റുന്നുണ്ടെങ്കിൽ നമുക്കും പറ്റും. ആ ഒരു തോട്ട് പ്രോസസ്സ് വർക്ക് ചെയ്യാനുള്ള ഒരു സംഭവങ്ങളാണ് കൂടുതലും മീഡിയ ടീമിൽ ചെയ്തുകൊണ്ടിരുന്നത്. സോ ആക്ച്വലി നിങ്ങൾക്ക് ടിങ്കർ ഹബിന് ഇൻസ്റ്റാഗ്രാമൊക്കെ ചെക്ക് ചെയ്താൽ കാണാം, വളരെ അധികം ഒരു ഡെമോഗ്രഫിയിലുള്ള ആൾക്കാരുടെ ലേണിംഗ് സ്റ്റോറീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ഓൾസോ ഈ മീഡിയ ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇൻസ്പയർ ചെയ്യുക, കമ്മ്യൂണിറ്റിയുടെ പാർട്ടാക്കുക, ആൻഡ് ഓൾസോ ലൈക്ക് ബ്രിങ് സം ചേഞ്ച് ഇൻ ടു ദെയർ ലൈഫ്, അങ്ങനെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. സോ ഐ വുഡ് സേ ദാറ്റ് യു ക്രിയേറ്റിംഗ് മാജിക് ത്രൂ സം വേർഡ്സ്, through how you portray a story and also make people see it in a different perspective. ഹായ്, എൻ്റെ പേര് അനന്തകൃഷ്ണൻ BS. ഞാൻ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ട്രിവാൻഡ്രത്തു നിന്നാണ്. ടിങ്കർ ഹബിലെ ക്യാമ്പസ് കമ്മിറ്റി ഇൻ്റേണായിട്ടാണ് നോക്കുന്നത്. സോ ഞാൻ എൻ്റെ ചാപ്റ്റർ വഴിയാണ് ടിങ്കർ ഹബിലേക്ക് എത്തുന്നത്. എൻ്റെ കോളേജിലെ ഒരു പറ്റും സ്റ്റുഡൻസ് ചേർന്ന് ടിങ്കർ ഹബ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടക്കമിട്ടിരുന്നു. സോ ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് എന്നുള്ള രീതിയിൽ എൻ്റെ കോളേജ് ഒരുപാട് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് ഒരുപാട് ലാക്ക് ചെയ്യുന്നുണ്ട്. പഠിക്കാൻ സ്റ്റുഡൻസ് ഉണ്ട്, പക്ഷേ അവർക്ക് പറ്റിയൊരു പ്ലാറ്റ്ഫോം നമ്മുടെ കോളേജിൽ കിട്ടുന്നില്ല എന്നുള്ളത് എൻ്റെ കോളേജ് ഉൾപ്പെടെ തന്നെ ഒരുപാട് കോളേജസിൽ കണ്ടുവരുന്നൊരു പ്രതിസന്ധിയാണ്. സോ അങ്ങനെ ഒരു അവസരത്തിൽ ടിങ്കർ ഹബ് ചാപ്റ്ററിന് എൻ്റെ കോളേജിൽ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ ടീമിൻ്റെ ഭാഗമായി. സോ ആഫ്റ്റർ 3 months ഞാൻ അവരുടെ ചാപ്റ്റർ ലീഡായിട്ട് വർക്ക് ചെയ്ത് വന്നു. കുറച്ച് നല്ല ഇവൻറ്റ്സ് നമ്മൾ കണ്ടക്ട് ചെയ്തു. അതിനുശേഷം ലോക്ക്ഡൗൺ വന്നു, ഇവൻറ്റ്സിൽ നിന്ന് നമുക്ക് പിന്മാറി നിൽക്കേണ്ടി വന്നു. ഓഫ്ലൈൻ ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യാൻ പറ്റാത്തതിലുള്ളൊരു ബുദ്ധിമുട്ട് അതിൽ പ്രകടമായിരുന്നു. സോ പിന്നീടാണ് ടിങ്കർ ഹബിനെ പറ്റി കൂടുതൽ അറിയുന്നത്, ടിങ്കർ ഹബ് ടീമിനെ പറ്റി പരിചയപ്പെടുന്നത്, ഇതിലുള്ളൊരു നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം കൂടുതൽ ഇൻവോൾവായി വന്നത്. സോ അതിനുശേഷം ഇൻറ്റേൺഷിപ്പ് വിളിച്ച സമയത്ത് ഞാൻ ആക്ച്വലി ഒരുപാട് റോൾസിൽ ഇൻറ്റേൺഷിപ്പ് വിളിച്ചിട്ടുണ്ട്. ബട്ട് എനിക്ക് എക്സ്പെർട്ടൈസ് ചെയ്യണം, ഞാൻ ആൾറെഡി ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും എന്താണ് എഞ്ചിനീയറിംഗിൽ നിന്ന് എനിക്ക് കിട്ടുന്നുള്ള എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ലായിരുന്നു. ചിലർ ഒരു ടാർഗറ്റോടെ ആയിരിക്കും എഞ്ചിനീയറിംഗ് പഠിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ ചിലർ ഓൺ ദ വേ പഠിച്ച് മനസ്സിലാക്കുന്നത്. ബട്ട് എനിക്കൊരു 3rd year വരെ എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്താവണം, അല്ലെങ്കിൽ ഞാൻ ഇതിന് എന്ത് നേടും എന്നുള്ള രീതിയിൽ എനിക്കൊരു ഐഡിയ ഇല്ലാതിരുന്ന ഒരാളാണ്. സോ ബേസിക്കലി ക്യാമ്പസ് കമ്മിറ്റീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നത് ഞാൻ ആക്ച്വലി അല്ല എക്സ്പെർട്ടൈസാണ്. എൻ്റെ ക്യാമ്പസിൽ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്തതിൽ എനിക്കൊരു ഐഡിയ ഉണ്ട്. സോ ഞാൻ വിചാരിച്ചു ഓക്കെ ലെറ്റ്സ് ട്രൈ ദിസ് ഔട്ട്. അങ്ങനെയാണ് ഞാൻ ക്യാമ്പസ് കമ്മിറ്റി ഇൻ്റേണായിട്ട് അപ്ലൈ ചെയ്തത്. സോ ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഞാനത് കംപ്ലീറ്റ് ചെയ്തു. സോ ഇൻ്റേണായിട്ട് സെലക്ട് ആയി. ബേസിക്കലി എൻ്റെ മെയിൻ ദൗത്യം എന്നുള്ള രീതിയിൽ ഉള്ളതെന്ന് പറയുന്നത് ടിങ്കർ ഹബിൻ്റെ ക്യാമ്പസ് ചാപ്റ്റേഴ്സ് ഉണ്ട്. അറൗണ്ട് ഇപ്പോൾ നിലവിലെ 22ഓളം ക്യാമ്പസ് ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ അത് എക്സ്റ്റെൻറ്റീവ്ലി കൂടി വരികയാണ്. സോ ആ കമ്മ്യൂണിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടിങ്കർ ഹബ് കമ്മ്യൂണിസ്റ്റിനും ടിങ്കർ ഹബ് ഫൗണ്ടേഷനും ഇടയിലുള്ള ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻലി ഒരു ക്യാമ്പസ് കമ്മ്യൂണിറ്റീസ് ഇന്ത്യയുടെ മെയിൻ ചുമതല എന്ന് പറയുന്നത്. സോ അതായിരുന്നു എൻ്റെ മെയിൻലി ടാസ്ക്. പുതിയ നിങ്ങൾക്ക് എന്തുകൊണ്ട് ടിങ്കർ ഹബ് നിങ്ങൾ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ടിങ്കർ ഹബ് ഇന്റേൺഷിപ്പ് നിങ്ങൾ എന്തുകൊണ്ട് അപ്ലൈ ചെയ്യണം? ഫ്രം മൈ പെർസ്പെക്റ്റീവ് പറയുന്ന കാര്യം മെയിൻലി ആ ലിബർട്ടി തന്നെയാണ്, ആ ഒരു ഫ്രീഡം തന്നെയാണ്. നിങ്ങൾ എവിടെയും ഒരു പെയ്ഡ് ഇന്റേൺഷിപ്പ് ആയിട്ട് കയറിയാണ് അവിടെ നിങ്ങളൊരു ഹൈറാർക്കിനുള്ളിൽ വർക്ക് ചെയ്യും. ആ ഹൈറാർക്കിനുള്ളിൽ വർക്ക് ചെയ്താൽ നിങ്ങളുമായിട്ട്
സഡൻ കോൺടാക്റ്റിൽ ഇമ്മീഡിയറ്റ് കോൺടാക്റ്റിൽ ആൾക്കാരോട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ബോർഡ് മെമ്പേഴ്സ് അല്ലെങ്കിൽ അപ്പം പല കോൺടാക്ട് പറ്റാൻ പറ്റില്ല. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ജോലി ചെയ്ത് പോകുന്ന പേരാണ് നമുക്ക്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആ ഒരു പ്രായഭേദമല്ല അല്ലെങ്കിൽ ആ ഒരു പ്രോനെസ് നമ്മളിപ്പോൾ പലരും ഇന്നത്തെ വർക്കിംഗ് പ്രൊഫഷണൽസാണ്. പക്ഷെ ആ ഒരു ഈഗോസ് അതൊന്നും കാണിക്കുന്നുണ്ട്. നമുക്ക് ഏതൊരു സമയം നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും, ഏതൊരു സമയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെയാണ്. സോ ആ ഒരു ഹൈറാർക്കി നമുക്കിവിടെ ഫീൽ ചെയ്തത്, ആ ഒരു ഈഗോ ഫീൽ ചെയ്തത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ടീം ഓഫ് ഇന്റേൺസ് എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾ അത്രയ്ക്കും നൈസായിരിക്കും, നമുക്ക് ഏറ്റവും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും. ആ ഒരു വർക്ക് എക്സ്പീരിയൻസ് നമുക്ക് ഒറ്റ ഒരാളായിട്ട് പണി എല്ലാവരും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾ അതേ വേഗത്തിൽ കഴിവുള്ള ആളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വർക്ക് ഡിവൈഡ് ചെയ്തിട്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ബ്രെയിൻ സ്റ്റോം ചെയ്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സെറ്റ് ഓഫ് ടീം ഓഫ് ഇന്റേൺസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ അധികം ഈ ഒരു ലിബർട്ടി അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി വർക്കിംഗ് ഇതൊക്കെയാണ് ബേസിക്കലി ടിങ്കർ ഹബിൽ ഹൈലൈറ്റ്സ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ എന്തിന് ഇതൊക്കെ അപ്ലൈ ചെയ്തു, എന്തിന് ടിങ്കർ ഹബിൽ വന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. ടിങ്കർ ഹബ് എന്താണ് എനിക്കറിയില്ല. ലൈക്ക് ഐ വാസ് എ പാർട്ട് ഓഫ് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ്. പക്ഷേ ടിങ്കർ ഹബ് എന്താണ്, ടിങ്കർ ഹബിൻ്റെ ആൾക്കാർ എങ്ങനെയാണ്, ലൈക്ക് വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ എനിക്ക് എക്സ്പ്ലോർ ചെയ്യണമായിരുന്നു. ഐ വോണ്ടഡ് ടു മീറ്റ് പീപ്പിൾ, ഐ വോണ്ടഡ് ടു എക്സ്പ്ലോർ ദി ഓപ്പർച്യൂണിറ്റീസ്. എനിക്കൊരു എക്സ്പോഷർ വേണമായിരുന്നു. ആൻഡ് അറ്റ് ദി എൻഡ് ലൈക്ക് നമ്മളെ കൊണ്ടാവുന്നതും വി ഓൾ ഗെറ്റ് certain things from community and at the end we have to give back something to the community. അപ്പോൾ ആ ഒരു സാധനം എനിക്ക് ഈ ഇൻറ്റേൺഷിപ്പിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് ഹോൾ ഇൻറ്റേൺസ് എല്ലാവരും പുതിയവരായിരുന്നു, എല്ലാ കാൻഡിഡേറ്റ്സും പുതിയ ആൾക്കാരായിരുന്നു. ടിങ്കർ ഹബ് ടീമിലുള്ള എല്ലാവരും പുതിയതായിരുന്നു. ഇവരെ മീറ്റ് ചെയ്യുക, ഇവരോട് സംസാരിക്കുക, ഇത്രയും ഒരു സെറ്റ് ഓഫ് ബഞ്ച് ഓഫ് ന്യൂ പീപ്പിൾ. ഇവർക്ക് എല്ലാവർക്കും ഡിഫറെൻറ്റ് തോട്ട് പ്രോസസ്സ് ആയിരിക്കും, ഇവർക്ക് എല്ലാവർക്കും ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവും. ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ വി ഗെറ്റ് ടു നോ ലോട്ട് ഓഫ് തിങ്സ് ഡിഫറെൻറ്റ് ഫ്രം യൂഷ്വലി എന്താ സംഭവിക്കുന്നത്. അപ്പോൾ അതെനിക്ക് ശരിക്കും ഈ ഒരു ഇൻറ്റേൺഷിപ്പിലൂടെ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുക, പുതിയ പെർസ്പെക്റ്റീവ്സ് മനസ്സിലാക്കുക, അവരുടെ തോട്ട് പ്രോസസ്സ് മനസ്സിലാക്കുക, ഓപ്പർച്യൂണിറ്റീസ്. ഇത് കാരണം എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ്, ലേണിങ്സ്, എന്തൊക്കെ ഞാൻ പുതിയ കാര്യങ്ങൾ പഠിച്ചു, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് ദി എൻഡ് ലൈക്ക് ഐ ഹാഡ് ഗിവൺ മൈ ബെസ്റ്റ്. കുറേ പേരായിട്ട് നെറ്റ്വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സെൽഫ് ലേണിംഗ്. ഇപ്പോൾ ഞാൻ കോർഡിനേറ്ററായെന്ന് കരുതിയിട്ട് ഞാനൊന്നും പഠിക്കാതിരിക്കുകയല്ല. ലൈക്ക് ഞാനും ഇവരൊപ്പം തന്നെ പഠിക്കുകയാണ്. ലൈക്ക് ഐ ക്യാൻ ബി ആസ് വെൽ ആസ് എ മെൻറ്റർ ഓൾസോ. അപ്പോൾ അതിനും കൂടി ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ആസ് ഫാർ ആസ് ഇതൊരു കമ്മ്യൂണിറ്റി ആയിരിക്കുന്നിടത്തോളം നമുക്ക് പിയർ ടു പിയർ ലേണിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റി ഹൈ ആണ്. ലൈക്ക് നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അതുപോലെ തന്നെ നമുക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാം. So that was the primary reason I applied it. So as I told you, why you should apply for this role, because you will meet a huge diverse set of people. You know, like if a tech code matralla, there's a huge diverse set of people within this community. So this actually gave me the opportunity to meet people like on multiple cities of Kerala. Since I was the community manager and our community has members spanning from different cities and different states also, I got connected to a lot of such people. I will say I will find the right tribe I wanted to be. I will find the peers I wanted to be. Like as of now, internship get close to 8 months. I've made some real friends who are life.